ഹലോ, നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ NIOS ഇംഗ്ലീഷിൻ്റെ 7th ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 7th ചാപ്റ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ലെസൺസ് വായിക്കും. ലെസണിൽ ഓരോ പോയിന്റുകളും വായിച്ച് അതിൻ്റെ മീനിങ് ആയിട്ടായിരിക്കും പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററെ പറ്റി പറയുകയാണെങ്കിൽ, റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന ഈ ഒരു പാഠഭാഗത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ജസ്റ്റ് ഒരു പാസേജ് ആണ്. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക, ഇതാണ് ഈ ഒരു പാഠഭാഗം ത്തിൽ വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ജസ്റ്റ് Q&A ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല വരുന്നത് അല്ലേ. ഇതിൽ പാസേജസ് ഉണ്ടാകും. പാസേജസ് വായിച്ച് അതിൽ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ ആൻസർ കണ്ടെത്തി എഴുതണം. അപ്പം അതെങ്ങനെ കണ്ടെത്താം, അതെങ്ങനെ നമ്മൾ പാഠങ്ങൾ മനസ്സിലാക്കാം, ഇങ്ങനെ ഒരു ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കണ്ടെത്താം എന്നുള്ളതും നോക്കാം. സെക്ഷൻ 1. ഇതിൽ റീഡ് ദ പാസേജ് ഗീവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. അപ്പോൾ നമുക്ക് പാസേജ് വായിച്ചാലോ. ബിഫോർ എക്സാമിനേഷൻസ് മെനി സ്റ്റുഡൻസ് ആർ അണ്ടർ ട്രെമൻഡസ് സ്ട്രെസ്. ഓക്കെ, അതായത് പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ഭയാനകമായ വളരെ വലിയ സ്ട്രെസ് ഉണ്ടാകുന്നു. ട്രെമൻഡസ് മീൻസ് എന്താണ്? വളരെ വലിയ. മനസ്സിലായോ? വളരെ വലിയ സ്ട്രെസ് എന്ന് വെച്ചാൽ എന്താണ്? മാനസിക സംഘർഷം ഉണ്ടാകുന്നു. മനസ്സിലായോ? ബട്ട് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ സ്റ്റുഡൻസ് ഹു ആർ സ്ട്രെസ്ഡ്, ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ടു ഫേസ് ദ സെയിം സിറ്റുവേഷൻ. പക്ഷേ കുട്ടികൾക്ക് മാത്രമല്ല ഈ സ്ട്രെസ് അനുഭവിക്കുന്നത്. ആരൊക്കെയാണ്? പാരൻസ്, ടീച്ചേഴ്സ്, അവരെല്ലാം ഈ സെയിം സിറ്റുവേഷൻ തന്നെ ഫേസ് ചെയ്യുന്നവരാണ്. വൈ ഡു പീപ്പിൾ ഗെറ്റ് സ്ട്രെസ്ഡ്? എന്തുകൊണ്ടിട്ടാണ് ആളുകൾ സ്ട്രെസ് അനുഭവിക്കുന്നത്? എങ്ങനെയാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്? Adolescents are faced with the demands of their development tasks and that of a complex society. Adolescents means കൗമാരക്കാര്. അവരുടെ സമൂഹം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ സമൂഹമാണ് അല്ലേ. ഒരുപാട് പ്രശ്നങ്ങളുള്ള, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞ വളരെ സങ്കീർണമായ സമൂഹമാണ് ഇപ്പോൾ നമുക്കുള്ളത്. വളരെ പ്രശ്നങ്ങളും വളരെ സങ്കീർണതയും നിറഞ്ഞ ഒരു സമൂഹമാണ് ഇപ്പോൾ നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ സങ്കീർണമായ സമൂഹത്തിൽ അഡോൾസൻസ് ആർ ഫേസ്ഡ്. അവരെന്താണ് ഫേസ് ചെയ്യുന്നത്? അവർ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വളർച്ചയുടെ ഉത്തരവാദിത്തമാണ്. ടാസ്ക് മീൻസ് എന്താണ്? ലക്ഷ്യമാണ്. ഓക്കെ, ഇനി ദേ നീഡ് ടു അക്വയർ സ്കിൽസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ടു എമേർജ് ഇൻ ടു അഡൽട്ട്ഹുഡ് അൺഅഫക്റ്റഡ് ബൈ ദീസ് ഡിമാൻഡ്സ്. എന്താണ് അഡ്ജസ്റ്റ്മെന്റിന്റെ പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് കഴിവുകൾ അവർ നേടിയെടുക്കേണ്ടതുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അവർക്ക് ഉണ്ടാകേണ്ട ഈ ഒരു കഴിവുകൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഈ കൗമാര കാലഘട്ടത്തിൽ പല അഡ്ജസ്റ്റ്മെന്റുകൾക്കും അവർ തയ്യാറാകേണ്ടി വരുന്നുണ്ട്. എന്നാൽ പ്രായപൂർത്തിയായവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വലിയ ഡിമാൻഡ്സുകളൊന്നും അവരെ ബാധിക്കുന്നില്ല. കാരണം എന്താണ്? അവർ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയതാണ്. മനസ്സിലായോ? അപ്പൊ പൂർത്തിയായവർക്കാണെങ്കിൽ ആ കൗമാര കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിട്ട് അവർ ആ കാലഘട്ടങ്ങൾ എന്താണെന്നുള്ളത് അനുഭവിച്ചു പോകുന്നത് കൊണ്ടിട്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. പക്ഷെ അഡോൾസൻസ്, ഈ കൗമാര പ്രായക്കാർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവരൊരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, പ്രായപൂർത്തിയായവരെ പോലെ അവർക്ക് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് പോകാൻ കഴിവില്ലാത്തവരാണ് ഈ അഡോൾസൻസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് അതിൻ്റെ അനുഭവങ്ങളില്ല. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാണ് ആ ഒരു സ്റ്റേജ് കടന്നു പോവുക എന്നുള്ളത്. അവർക്കത് അതിൽ നിന്ന് തരണം ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഓരോ കാര്യങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കപ്പെടും. അതുകൊണ്ടിട്ട് അവരവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. Students are anxious as they are worried about whether they would be able to live up to the
എക്സ്പെക്ടേഷൻസ് ഓഫ് ദെയർ പിയർ പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്. അതായത് സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ ആൻസൈറ്റി എന്ന് പറയുന്നത് അവർ പൊതുവെ ആൻഷ്യസ് ആണ്, അവർക്ക് ഉത്കണ്ഠ നിറഞ്ഞതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത് അവരെപ്പോഴും വറിയാകും. അപ്പോൾ അവർ വേവലാതിപ്പെടുകയാണ്. എന്തിനെക്കുറിച്ച് അവർ വേവലാതിപ്പെടുന്നു? തൻ്റെ കൂട്ടുകാരുടെ ഒപ്പം എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെയോ പാരൻസിൻ്റെയോ പ്രതീക്ഷക്കൊത്ത് അവർക്ക് വളരാൻ സാധിക്കുമോ എന്നുള്ള ഉത്കണ്ഠ, ആൻസൈറ്റിയാണ് അവരിലെ പ്രശ്നങ്ങൾ ഒരുക്കുന്നത്. ഓക്കെ, അവരെന്ത് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് എന്ത് പറ്റുന്നു? അവർ പ്രതീക്ഷക്കൊത്ത് വളരാൻ പറ്റില്ല എങ്കിൽ അവരുടെ മനസ്സിൽ ഉത്കണ്ഠപ്പെടുകയും ആകുലപ്പെടുകയും അതുപോലെ തന്നെ വേവലാതിപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ്, ഒപ്റ്റിമൽ ആൻസൈറ്റി motivates and keeps them ahead while over anxiety is disabling. എന്താണത്? ഓവർ ആൻസൈറ്റി, ഒപ്റ്റിമൽ ആൻസൈറ്റി. നമ്മളിവിടെ രണ്ട് തരത്തിലുള്ള ആൻസൈറ്റി പറഞ്ഞു. എന്താണ്? ഒപ്റ്റിമൽ ആൻസൈറ്റി ആൻഡ് ഓവർ ആൻസൈറ്റി. ഓക്കെ, ഓവർ ആൻസൈറ്റി എന്താണ്? ഈ ഒപ്റ്റിമൽ ആൻസൈറ്റി അനുകൂലമായ ഉത്കണ്ഠ, അവരെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നത് ഈ ഒപ്റ്റിമൽ ആൻസൈറ്റിയാണ്. അതായത് ആവശ്യത്തിന് മാത്രമുള്ളൊരു ഉത്കണ്ഠയാണ് ഒപ്റ്റിമൽ ആൻസൈറ്റി എന്ന് പറയുന്നത്. പക്ഷേ വൈൽ ഓവർ ആൻസൈറ്റി മീൻസ് എന്താണ്? അമിതമായ ഉത്കണ്ഠ, ഡിസേബിളിങ് ചെയ്യാണ് അവരെ ചെയ്യുന്നത്, അതായത് ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ രണ്ട് തരത്തിലുള്ള ആൻസൈറ്റി പറഞ്ഞു, ഒപ്റ്റിമൽ ആൻസൈറ്റി ആൻഡ് ഓവർ ആൻസൈറ്റി. ഒപ്റ്റിമൽ ആൻസൈറ്റി എന്ന് വെച്ചാൽ എന്താണ്? ആവശ്യമില്ലാത്ത സംഭവമാണ്, അത് കുട്ടിയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒപ്റ്റിമൽ ആൻസൈറ്റി മീൻസ് അവരെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു. അങ്ങനെ രണ്ട് തരത്തിലുള്ള ആൻസൈറ്റികളാണ് ഉള്ളത്. ആൻസൈറ്റി ഈസ് കണ്ടീജിയസ് ആൻഡ് പാസസ് ഓൺ ടു അതർ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് പാരൻസ്. അതായത് ആൻസൈറ്റി ഒരു കണ്ടീജിയസ് ആണ്, അതായത് ഒരു പകർച്ചവ്യാധിയാണ്. അതെങ്ങനെയാണ് പകരുന്നത്? ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ആൻസൈറ്റി വന്നു, ആ ആൻസൈറ്റി എന്ത് ചെയ്യും? മറ്റു കുട്ടികളിലേക്ക് അവൻ പകർന്നു കൊടുക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടിക്ക് ഭയങ്കരമായ ഉത്കണ്ഠയാണെന്ന് വെക്കാം. അത് അവൻ ഷെയർ ചെയ്ത് മറ്റു കുട്ടികളിലേക്ക് അത് ഷെയർ ചെയ്ത് ആ കുട്ടികളിലും എന്ത് വരും? ആൻസൈറ്റി ഉണ്ടാകും, ഉത്കണ്ഠയുണ്ടാകും. മനസ്സിലായോ? അപ്പൊ കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് വരുന്ന ആൻസൈറ്റി അത് മറ്റൊരു കുട്ടിയിലേക്ക് ഷെയർ ചെയ്ത് അവർ ആ സംഭവം പറഞ്ഞ് മറ്റു കുട്ടികൾക്കും ആൻസൈറ്റി വരാം, അവർക്കും ഒരു ഉത്ഭയം വരാൻ തുടങ്ങും. അത് മാത്രമല്ല ടീച്ചേഴ്സ്, പാരൻസ്, അപ്പൊ ഇത് മാതാപിതാക്കളിലേക്കും ടീച്ചേഴ്സിലൊക്കെ പകരുന്ന ഒരു, അപ്പൊ കുട്ടികളിൽ നിന്ന് അത് പാരൻസിലേക്കും ടീച്ചേഴ്സിലേക്കും പകരുന്നു. അപ്പൊ ഈ ആൻസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു പകർച്ചവ്യാധിയാണ്. ഓക്കെ, ഇനി adolescents when stressed out tend to pursue everything as an emergency. അതായത് അവർ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ, അതായത് കൗമാരക്കാരെ എല്ലാം അടിയന്തരമായിട്ടാണ് അവർ കാണുന്നത്, പെട്ടെന്ന് ചെയ്യണം, അതാണ് എമർജൻസി ആയിട്ടാണ് അവരതിനെ കാണുന്നത്. അപ്പൊ ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ അവർ ആകെ കൂടി വെപ്രാളം കാണിക്കാൻ തുടങ്ങും, ഒരു തിരക്ക് കൂട്ടാൻ തുടങ്ങും. അപ്പൊ എല്ലാം ചെയ്ത് തീർക്കണം എന്നുള്ളൊരു അടിയന്തരമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു വെപ്രാളം. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. Some of the reasons of increase in stress level are identity crisis, the need to make career-oriented decisions, teachers and parents, attitude and pressure. അതായത് ഐഡന്റിറ്റി ക്രൈസിസ്, അതായത് വ്യക്തിപരമായ തിരിച്ചറിവ്, തനിക്ക് തന്നെക്കുറിച്ചും ഒരു ആത്മവിശ്വാസം അതില്ലാതെ പോകുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാകുന്നത്? അതായത് അവർക്ക് അവരുടെ ഭാവി തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭാവിയിൽ പഠിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും, അല്ലേ? അപ്പം അത് എന്ത് പഠിക്കണം, അല്ലെങ്കിൽ എന്തിനെ ബന്ധപ്പെട്ടാണ് നിൽക്കേണ്ടത്, എന്താവണം, ഇങ്ങനെ ഒരുപാട് അവരുടെ മനസ്സിലേക്ക് നിരവധിയായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരുന്നു. അങ്ങനെ സഹകൂട്ടുകാരുടെ പ്രഷർ,
അതുപോലെ ടീച്ചേഴ്സിൻ്റെ പാരൻസിൻ്റെയും മനോഭാവം ഇവരിലെല്ലാം നല്ല സ്ട്രെസ് ഉണ്ടാകും. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് തിരഞ്ഞെടുക്കണം, ഏത് രീതിയിൽ അവർക്ക് തിരഞ്ഞെടുക്കേണ്ടത്, ഇങ്ങനെ കുറിച്ചുള്ള ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റൊരാളെ ആശ്രയിക്കാതെ തിരഞ്ഞെടുക്കാൻ സ്വന്തമായിട്ട് അഭിപ്രായം തിരഞ്ഞെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ. ഓക്കെ, ഇനി ദ ഇൻഎബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പാരൻസ് ഓൾസോ പ്ലേസ് എ മേജർ റോൾ. അതായത് മാതാപിതാക്കളുമായി ഷെയർ ചെയ്യാൻ വയ്യാത്ത അവസ്ഥയും കുട്ടികളിൽ വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഗുഡ് മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പ് ഓൺ എ ഗുഡ് ബ്രെയിൻ. അതായത് ബ്രെയിൻ, നല്ല ബ്രെയിനെ ആശ്രയിച്ചാണ് നല്ല മെമ്മറീസ് നിൽക്കുന്നത്. അപ്പം നല്ല മെമ്മറി ഉണ്ടാകണമെങ്കിൽ നല്ല ബ്രെയിൻ ഉണ്ടാകണം. അപ്പം നല്ല ഓർമ്മശക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നല്ല ബ്രെയിൻ വേണം. ദ ബ്രെയിൻ നീഡ്സ് എ ഗുഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ, ഗ്ലൂക്കോസ്, കാൽഷ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ. ഓക്കെ, അപ്പോൾ ബ്രെയിനിന് നല്ല രൂപത്തിലുള്ള സപ്ലൈ വേണം. എന്തിനാണ് സപ്ലൈ വേണ്ടത്? അതായത് ഓക്സിജൻ, ഗ്ലൂക്കോസ്, ഇതിൻ്റെയൊക്കെ സപ്ലൈ വേണം. കാൽഷ്യം, ഫോസ്ഫറസ് ആൻഡ് അയൺ, ഈ പറഞ്ഞ മൂലകങ്ങളെല്ലാം ബ്രെയിനിന് ആവശ്യാനുസരണം കിട്ടിക്കൊണ്ടിരിക്കണം. മനസ്സിലായോ? സോ മേക്ക് ഷുവർ യു സിറ്റ് ഇൻ എ വെൽ വെന്റിലേറ്റഡ് പ്ലേസ് വെൻ സ്റ്റഡിയിങ്. അപ്പോൾ നിങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നല്ല കാറ്റും വെളിച്ചവുമുള്ള മുറിയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. കാറ്റ് കടന്നു വരാൻ കഴിയുന്ന മുറിയിലായിരിക്കണം എന്ന് ഉറപ്പ് വരുത്തുക. മനസ്സിലായോ? ഇനി യുവർ ഡയറ്റ് ഷുഡ് ഇൻക്ലൂഡ് മിൽക്ക്, ചീസ്, വാൾനട്ട്, വീറ്റ് ഗം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, റാഗി ആൻഡ് ഡേറ്റ്സ്. അതായത് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ പാലുൽപ്പന്നങ്ങൾ, വാൾനട്ട്, ചീസ്, ഗോതമ്പ്, ഗ്രീൻ ലീഫി, ഡേറ്റ്സ്, റാഗി ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ്. അതായത് നിങ്ങൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ദ ബ്രെയിൻ ഫുഡ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഫാറ്റി മീൽസ്, ഷുഗർ ആൻഡ് ആസിഡ്സ് ടേക്ക് അവേ കാൽഷ്യം ഫ്രം ദ സിസ്റ്റം. എന്താണ് ഫാറ്റി മീൽസ്? അറിയാലേ, കൊഴുപ്പുള്ള ഭക്ഷണം, അതുപോലെ തന്നെ മധുരമടങ്ങിയത്, പിന്നെ ആസിഡ് മീൻസ് അച്ചാറുകൾ, ഇതെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രെയിൻ്റെ സിസ്റ്റത്തിൽ നിന്നും കാൽഷ്യത്തെ നീക്കം ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബ്രെയിനിന് ആവശ്യമായ ഒന്നാണ് കാൽഷ്യം എന്നത്. അപ്പോൾ ഈ ഫാറ്റി മീൽസ്, അതുപോലെ തന്നെ ഷുഗർ, ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്ത് പറ്റും? ബ്രെയിനിൽ നിന്നും കാൽഷ്യം നീക്കം ചെയ്യപ്പെടും. ഡയറ്റ്സ് റിച്ച് ഇൻ ഫൈബർ ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഹെൽപ്പ് ടു റിഡ്യൂസ് സ്ട്രെസ്. അതായത് സ്ട്രെസ് കുറക്കണമെങ്കിൽ നമ്മൾ ഡയറ്റ്സിൽ മീൽസ്, അതായത് ആഹാരക്രമത്തിൽ, ഡയറ്റ്സ് മീൻസ് ആഹാരക്രമത്തിൽ റിച്ച് ഇൻ ഫൈബേഴ്സ് ലൈക്ക് എന്തൊക്കെയാണ്? നാരടങ്ങിയ ഭക്ഷണങ്ങൾ. എന്താണ് ഈ നാരടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ? പഴങ്ങൾ, പച്ചക്കറികൾ, ഇതൊക്കെ കൂടുതൽ നമ്മൾ കഴിക്കാൻ വേണ്ടി നോക്കാം. അപ്പം ഇതിൽ നിന്ന് എന്ത് കിട്ടും? സ്ട്രെസ്സിനെ ഒരു പരിധി വരെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ എന്ത് നമുക്ക് ചെയ്യാം? ഈ ഫൈബർ അടങ്ങിയ ഫുഡ്സ് കഴിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഗുഡ് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ദ ഗുഡ് മെമ്മറി, അല്ലേ? ലേണിംഗ് ആൻഡ് മെമ്മറൈസിംഗ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റീകോളിംഗ് വാട്ട് വൺ ഹാസ് ലേൺഡ് ഈസ് യൂസ്ഫുൾ. അതായത് പഠിക്കുകയും ഓർമ്മിക്കുകയും മനസ്സിലാക്കുകയും. എങ്ങനെ മനസ്സിലാക്കണം? ബൈ അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലാക്കി പഠിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യണം. എന്താണ് പഠിച്ചതെന്ന് വീണ്ടും വീണ്ടും ഓർക്കണം. മനസ്സിലായോ? ഓർഗനൈസിങ് ആൻഡ് ഫോമിങ് എ ലോജിക്കൽ റിലേഷൻഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്താണ്? പഠിച്ച കാര്യങ്ങൾ ക്രമപ്പെടുത്തണം, ഓർഗനൈസ് ചെയ്യണം. അതെങ്ങനെയാണ് ക്രമപ്പെടുത്തുക? അതായത് നമുക്ക് പഠിച്ച കാര്യങ്ങൾ അതിനൊരു ക്രമം അല്ലെങ്കിൽ ചിട്ട ഉണ്ടാവണം. പഠിക്കുന്ന കാര്യങ്ങൾക്ക് കൂടാതെ തന്നെ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. അതായത് എന്ത് ലോജിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു
യുക്തിക്ക് തോന്നുന്ന അല്ലെങ്കിൽ യുക്തിക്ക് തോന്നുന്ന ബന്ധം നമുക്കതിൽ ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് വൺ, mastery not just of the content of the subject but also the process of answering is equally important. ഏതെങ്കിലും വിഷയത്തിൻ്റെ മാസ്റ്റർ ആയിരിക്കുക, ഏതെങ്കിലും വിഷയത്തിൻ്റെ മാസ്റ്റർ ആയിരിക്കുക അല്ലെങ്കിൽ വിഷയം പൂർണ്ണമായും മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതല്ല പ്രധാനം. ബട്ട് ഓൾസോ ആൻസറിങ് ഈക്വലി ഇമ്പോർട്ടൻസ്. അതെന്താണ്? പഠിച്ച കാര്യങ്ങൾ നമ്മൾ മാസ്റ്ററായ കാര്യങ്ങൾ, അതായത് പഠിച്ച് ഒരു വിഷയത്തെ പറ്റി കൂടുതൽ പഠിച്ചെടുത്ത അറിവുകൾ അതിന് ആൻസർ ചെയ്യാൻ കഴിയുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? ഇനി ആൻസൈറ്റി ആൻഡ് ഫിയർ hamper recall and result in a mental block during examination. പരീക്ഷാ സമയത്ത് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഓർമ്മശക്തിയെ തടയുന്നു. അതെന്തുകൊണ്ടാ? ഉത്കണ്ഠയും ഭയവും പരീക്ഷാ സമയത്ത് ഓർമ്മിക്കുന്നതിനെ തടയുന്നു. മനസ്സിലായോ? പരീക്ഷാ സമയത്ത് പരീക്ഷ നടക്കുമ്പോൾ ഭയവും ഉത്കണ്ഠയും മൂലം നമുക്ക് എന്താണ് സംഭവിക്കുക? നമ്മുടെ മെൻ്റൽ ബ്ലോക്ക്, പരീക്ഷാ സമയത്ത് മെൻ്റൽ ബ്ലോക്ക് സംഭവിക്കുന്നു. മനസ്സിലായോ? അത് എന്തുകൊണ്ടിട്ടാണ്? ഭയം മൂലം, ഉത്കണ്ഠ മൂലം നമ്മളൊന്ന് സ്റ്റക്കായി നിൽക്കും അവിടെ. നമുക്ക് ഒന്ന് അങ്ങോട്ട് മുന്നോട്ട് എന്താണോ സംഭവം എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ബ്രെയിൻ അവിടെ സ്റ്റക്കായി പോകും. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? റീകോളിനെ തടയുന്നത്, നമ്മുടെ ഈ ഒരു ഓർമ്മശക്തി റീകോളിനെ തടയുന്നത് എന്തുകൊണ്ടിട്ടാ? ആൻസൈറ്റി, ഫിയർ, പേടി, ഇതൊക്കെ ഉള്ളത് കൊണ്ടിട്ട്, ഉള്ളിലൊരു ഉത്കണ്ഠ, പേടിയൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോകാം. വാച്ചിങ് ടെലിവിഷൻ ഫോർ എ ലോങ് ടൈം കുൽ ലോവർ അക്കാഡമിക് പെർഫോമൻസ്. നിരവധി സമയം TV കാണുന്നത് അക്കാഡമിക് പെർഫോമൻസിനെ വളരെ കുറയ്ക്കുന്നു. മനസ്സിലായ? പഠനകാര്യങ്ങളെ പുറകോട്ട് കൊണ്ടുപോകുന്നു. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് വൺ, ഇറ്റ് സ്റ്റീൽസ് എവേ ദ റീഡിംഗ് ടൈം. എന്താണ്? നമ്മുടെ വായനാ സമയം, പഠന സമയം അത് മോഷ്ടിച്ചു കൊണ്ടുപോവാണ്. എന്ത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു? അധികം നേരം വാച്ചിങ് ടെലിവിഷൻ, നമ്മൾ TV കാണുന്ന, മോർ ടൈം ടു വാച്ചിങ് ടെലിവിഷൻ, നമ്മൾ TV കാണുന്നതനുസരിച്ച് നമ്മുടെ പഠനത്തിൻ്റെയും വായിക്കുന്നതിൻ്റെയും സമയത്തെ ആര് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു? നമ്മൾ വെറുതെ ചെലവഴിക്കുന്ന, ഈ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയം മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഇനി time management is about self-discipline. Yeah, very good. Self-discipline, സ്വയം അച്ചടക്കത്തിന്റെ ഭാഗമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ടൈം മാനേജ്മെന്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവില്ല, നമ്മുടെ ലൈഫിൽ ഒരു പോയിന്റ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടാവില്ല. അപ്പൊ ടൈം മാനേജ്മെന്റ്, സെൽഫ് ഡിസിപ്ലിൻ മസ്റ്റ് ബി മാനേജ്ഡ് ബിറ്റ്വീൻ ഫീൽഡ് ആൻഡ് അൺഫീൽഡ് ടൈം. പഠനത്തെ നമ്മൾ പഠന സമയത്തെ നമുക്ക് രണ്ടായിട്ട്, സമയത്തെ നമ്മൾ കൃത്യമായി വേർതിരിക്കുമ്പോൾ അതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെ? അതായത് ഫീൽഡ് ടൈം ആൻഡ് അൺഫീൽഡ് ടൈം. ഫീൽഡ് ടൈം ആൻഡ് അൺഫീൽഡ് ടൈം. ഫീൽഡ് ടൈം ഈസ് ദ ടൈം സ്പെൻഡ് സ്ലീപ്പിംഗ്, ബാത്തിങ്, ഈറ്റിംഗ്, ഡ്രസ്സിങ് ആൻഡ് അറ്റൻഡിങ് സ്കൂൾ. ഫീൽഡ് ടൈം എന്താണ് പറയുക? അതായത് സ്കൂളിൽ പോകുന്ന സമയം, കുളിക്കുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, ഡ്രസ്സ് ധരിക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം, ഇവയൊക്കെ നമുക്ക് വെക്കാൻ കഴിയാത്തൊരു കാര്യങ്ങളാണ് അല്ലേ? അതെല്ലാം ഒരു ഫീൽഡ് ടൈമാണ്. മാറ്റി വെക്കാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് ഫീൽഡ് ടൈം എന്ന് പറയുന്നത്. A student has 10 hours to unfilled time. Unfilled time ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 10 മണിക്കൂർ അൺഫീൽഡ് ടൈം ഉണ്ട്. എന്താണ് അൺഫീൽഡ് ടൈം? ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന സമയമാണ്. അതായത് സ്കൂളിൽ പോകുക, ഡ്രസ്സ് ധരിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇതൊക്കെ ഒരു കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന സമയങ്ങളാണ്. അൺഫീൽഡ് ടൈം എന്ന് പറഞ്ഞാൽ വെറുതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ടൈമിൽ നമുക്ക് ഈ 10 മണിക്കൂറിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് അൺഫീൽഡ് ടൈം എന്ന് പറയുന്നത്. അൺഫീൽഡ് ടൈം ആയ 10 hours വേണ്ടി നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. എന്ത് വേണം ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണല്ലോ. അപ്പം കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും സ്ട്രെസ്സും ആൻസൈറ്റി, ഫിയർ ഇതൊന്നും ഇല്ലാതെ
പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ 10 മണിക്കൂർ എന്താക്കാം, പഠിക്കാനുള്ള ടൈം ആക്കാം അല്ലേ. അപ്പം നമുക്കൊരു ടൈം ടേബിൾ വെച്ച് ചെയ്താൽ പരീക്ഷയിൽ നേരിടുന്ന പേടി, ഭയം, ഉത്കണ്ഠ ഇല്ലാതാക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, 7 to 8 hours of sleep is necessary for optimal physical rest and brain functioning. അതായത് നമ്മുടെ ബ്രെയിൻ കൃത്യമായി പ്രവർത്തിക്കുന്നതിനും അതുപോലെ നമ്മുടെ ശരീരം കൃത്യമായി വിശ്രമിക്കുന്നതിനും നമുക്ക് 7 to 8 മണിക്കൂർ ഓഫ് സ്ലീപ്പിംഗ് നിർബന്ധമാണ്. അങ്ങനെ ഉറങ്ങിയാൽ ഏറ്റവും ഉത്തമമായ അനുകൂലമായ ഒരു ശാരീരിക വിശ്രമം ലഭിക്കുകയും അത് ബ്രെയിൻ ഫംഗ്ഷനെ നന്നായിട്ട് സ്വാധീനിക്കുകയും ആണ് ചെയ്യുന്നത്. പോസിറ്റീവ് തോട്ട് ഈസ് ദ സീഡ് ഓഫ് എ പോസിറ്റീവ് റിസൾട്ട്. പോസിറ്റീവായ ചിന്തകളാണ് പോസിറ്റീവായ റിസൾട്ടുകളെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ദേ വിൽ ഹെൽപ്പ് ടു ലെസൻ സ്ട്രെസ്. എന്താണ്, അതായത് എല്ലായ്പ്പോഴും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇഫ് എ സ്റ്റുഡൻറ് ഹാസ് symptoms of anxiety or depression, seek medical help immediately. ഇനി ഏതെങ്കിലും തരത്തിലൊരു കുട്ടിക്ക് ഭയങ്കരമായിട്ട് ആൻസൈറ്റി, വലിയ ഡിപ്രഷനിലേക്ക് പോവുകയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ സ്വയം ചികിത്സിക്കാതെ വേഗം തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് കുട്ടിയെ മെഡിക്കൽ പരമായിട്ട് ഡോക്ടറെ സമീപിക്കേണ്ടി തന്നെ വരും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ചാപ്റ്റർ. വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു സ്ട്രെസ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പാസേജിലൂടെ പഠിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പാസേജ് റീഡ് ചെയ്യാൻ ഞാൻ ഗ്രൂപ്പിലേക്ക് ടെക്സ്റ്റ് ലിങ്ക് വിട്ടിട്ടുണ്ടാകും. അത് നിങ്ങളൊന്ന് PDF വായിക്കുക, നല്ലപോലെ വായിക്കുക, അതുപോലെ തന്നെ മീനിങ് മനസ്സിലാക്കി വായിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ പാസേജ് ഒക്കെ തന്നു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ തന്നു കഴിഞ്ഞാൽ, നമുക്ക് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഈ പാസേജിൽ നിന്നും ആൻസർ കണ്ടെത്താനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ടോ ഗ്രൂപ്പിലോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതിവിടെ അഡ്മിഷൻ എടുത്തവർക്ക് മാത്രമല്ല, ഏത് +2 പഠിക്കുന്ന ഏത് കുട്ടികളാണെന്നുണ്ടെങ്കിലും അവരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.